ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി റവ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയേക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇതൊരു വൈറലായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. റവയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റവയും ഒരു ഏത്തപ്പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ അന്നേരം ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അടിപൊളിയാണ് കേട്ടോ. നല്ല മൊരാന്ന് ചൂടോടെ കഴിക്കാൻ സൂപ്പർ. പിന്നെ എനിക്ക് ഈ ഉണ്ണിയപ്പത്തട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പമായിട്ടല്ല ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഒരു വട്ടത്തിലൊരു ദോശ പോലെ എനിക്കത് വന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാമോളം ശർക്കര അരിഞ്ഞിട്ട് അതിനകത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഞാൻ ഒന്ന് ഒന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്, 1.25 ഗ്ലാസ്, ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വറുത്ത റവ എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു. അതിൻ്റെ അതേ അളവിൽ തന്നെ കുറച്ച് മിൽമ പാൽ, അത് എൻ്റെ കയ്യിലുള്ള പാൽ അതായിരുന്നു. അപ്പോൾ അന്നേരം അത് പച്ചപ്പാലാണ് ഞാൻ ചേർത്തത്, ചൂടാക്കിയിട്ടൊന്നുമില്ല. ഡയറക്റ്റ് പച്ചപ്പാൽ അതിലേക്ക് ആ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമ്മളുടെ ഈ ശർക്കരപ്പാനി ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അത് നൂല് പാകിയിട്ടില്ല, ചെറിയൊരു നൂലാവുമ്പോഴേ നമ്മളത് വാങ്ങാവുള്ളൂ. അപ്പം ഞാനതൊന്ന് റെഡി ആയിട്ടുണ്ട് എൻ്റെ ശർക്കരപ്പാനി. അപ്പം ഞാനത് പതുക്കെ ആ ഒരു റവ എടുത്ത് മിക്സിക്കകത്തിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരു 5 മിനിറ്റ് കഷ്ടിയേ ഞാൻ വെച്ചുള്ളൂ. അപ്പോഴത്തേക്കിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പാലുമായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആ റവ. അത് മിക്സിക്കകത്തോട്ടിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട മധുരം, മൊത്തം ശർക്കര ഒഴിക്കേണ്ട, നമ്മുടെ ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ചുള്ള ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് 2 പൂവമ്പഴമാണ്. അത് നന്നായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടു. പിന്നെ ഇത് ഏലക്കയുടെ കുരുവാണ്. ഏലക്ക തൊലി ഞാൻ എടുത്തില്ല, ഏലക്ക പൊടിച്ചായാലും നമുക്ക് ചേർക്കാം. അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിക്കകത്തിൽ നല്ലതുപോലെ ആ റവ അടിച്ചെടുക്കണം, നല്ലതായിട്ട് അരഞ്ഞ് കിട്ടണം. ഇതുപോലൊരു അളവിൽ അരച്ചെടുത്തു. അതിന് ശേഷം നല്ല അടി കട്ടിയുള്ള ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു നെയ്യ് ചൂടായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും. നമ്മൾ ഇച്ചിരി തീ കുറച്ചിട്ട് ചെയ്താലും നമുക്ക് ആ ഒരു ചൂടിങ്ങനെ പാത്രത്തിൽ നിന്നോളും. അപ്പോൾ അതിലേക്ക് അത്യാവശ്യമായിട്ട് ഇച്ചിരി തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തിൻ്റെ കൂടെ എള്ളും വേണം. എള്ള എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് മാത്രം നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം കുറച്ച് ആ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്തും കൂടി ഞാൻ ഈ മാവിനകത്തിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഈ ചീനിച്ചട്ടിക്കകത്തിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിനാണ് ഈ മാവ് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. മാവ് വേണ്ട ഇതേ അളവിൽ വേണം, നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ആ മാവിന് വേണ്ടത്. എന്നിട്ട് എനിക്കാണെങ്കിൽ ഉണ്ണിയപ്പത്തട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചീനിച്ചട്ടിയിൽ തന്നെ ഇങ്ങനെ കോരി ഒഴിച്ച് നോക്കുന്നത് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെയാണെങ്കിൽ